അവരിവിടെ വരാനല്ലേ പറഞ്ഞത്? അതെ. എന്തായാലും നീ അവരെ ഒന്ന് വിളിച്ചു നോക്കും. എന്തു പറ്റിയടാ? അവരെന്താ ഫോൺ എടുത്തില്ലേ? ഇല്ല, കോള് കട്ടായി. നീ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്ക്. സാറിപ്പോ വിളിച്ചിരുന്നു അല്ലേ? വിളിച്ചിരുന്നു. ഇവിടെ എത്താറായോണ്ടാ കോൾ എടുക്കായിരുന്നത്. അപ്പൊ എങ്ങനെയാ സാറേ കാര്യങ്ങള്? പറയാം. ഇത് അഡ്വാൻസ്, ബാക്കി പണി കഴിഞ്ഞിട്ട്. അപ്പൊ ശരി സാറേ. ഇത് നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ നടന്ന അതോടെ അവൻ തീരും. മഹേട്ടാ, മഹേട്ടനുള്ള ഡ്രസ്സാ. പെട്ടെന്ന് ഇതിട്ട് റെഡിയാവോ? സമയാകാറായി. ഞാനെല്ലാം അയൺ ചെയ്തതാ. ഈ ഡ്രസ്സ് മഹേട്ടന് നന്നായിട്ട് ചേരും. പിന്നെ ഗംഗയ്ക്ക് എന്നോടെന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല. അതെന്താ മഹേട്ടൻ അങ്ങനെ ചോദിച്ചേ? അറിയില്ല, നിനക്ക് എന്നോടെന്തോ പറയാനുള്ളത് പോലെ തോന്നി. ചിലപ്പോ എല്ലാം എന്റെ വെറും തോന്നലാവും. ഈ സമയത്ത് ഞാൻ എന്ത് പറയാനാ? ഒരു നല്ല സമ്മാനം പോലും തരാൻ എനിക്ക് പറ്റിയില്ല. പക്ഷേ എന്നും എന്റെ എല്ലാ പ്രാർത്ഥനയും മഹേട്ടനോടൊപ്പം ഉണ്ടാവും. ഗംഗ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ മഹേട്ടന് ഇടാനുള്ള ഡ്രസ്സ് കൊടുക്കാൻ വന്നത്. എടാ കല്യാണ ചെക്ക, നീ ഇതുവരെ ഒരുങ്ങിയില്ലേ? നീ ഇപ്പോഴാണോ വരുന്നേ? നീ എന്തിയാ ആലോചിക്കുന്നേ? ഒന്നുമില്ല.
മോളെ എന്താ കാര്യം? ഈ മുത്തശ്ശിക്ക് ഇത് എന്താ പറ്റിയത്? ഒന്നുമില്ല, ഞാൻ പറഞ്ഞതല്ലേ. നീ ജനിച്ചു വീണപ്പം മുതൽ കാണുന്നതാ ഞാൻ. നിന്റെ മുഖത്തൊരു വാട്ടം വന്നാ അതെനിക്ക് മനസ്സിലാകും. മോളെ മോളെ ഞാൻ ഒരു കാര്യം ചോദിച്ചാ നീ സത്യം പറയൂ? എന്താടാ നീ കാര്യം പറ. ശരിക്കും നീ ഈ വിവാഹത്തിന് ഓക്കെയാണോ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ശ്രേയയെ പോലെ ഒരു പെൺകുട്ടിയെ ഭാര്യയെ കാണാൻ നിനക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിവാഹത്തോടുള്ള താല്പര്യത്തിനും എന്റെ സന്തോഷത്തിനൊന്നും ഇവിടെ ഒരു പ്രസക്തിയുമില്ല. ഞാൻ ആഗ്രഹിക്കുന്നതിൽ പരം സ്നേഹവും സന്തോഷവും തന്നിട്ടാ ഗൗരി എന്നെ വിട്ടു പോയത്. ഇനിയുള്ള എന്റെ ജീവിതം അത് മാളുവിന് വേണ്ടിയാ. എനിക്ക് ആവശ്യം ഒരു ഭാര്യയല്ല, എന്റെ മോൾക്ക് ഒരു അമ്മയെ മാത്രമാ. എടാ, നിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ചോദിക്കുന്നത്, ശ്രേയ മാളുവിന് നല്ലൊരു അമ്മയാകൂ? പുറത്തുനിന്നും ഒരു പെൺകുട്ടി വന്ന് മാളുവുമായിട്ട് പൊരുത്തപ്പെടുന്നതിൽ നല്ലതല്ലേ ശ്രേയ? അവൾക്കാണെങ്കിൽ മാളുവിന്റെ കാര്യങ്ങളെല്ലാം അറിയാം, എന്റെ അവസ്ഥയും. അതുകൊണ്ടാ അമ്മ ശ്രേയ വിവാഹം കഴിക്കാൻ പറഞ്ഞപ്പോ ഞാൻ തടയാതിരുന്നത്. ആ, പക്ഷേ മഹി. എടാ, നിന്റെ ടെൻഷൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിനക്കറിയാലോ, അമ്മ ഈ വീട്ടിലേക്ക് വന്നതിൽ പിന്നെയാ ഈ വീടൊരു കുടുംബമായത്. അതുപോലെ എന്റെ മാളുവിനും ഒരമ്മയുടെ സ്നേഹവും കരുതലും ഒക്കെ വേണം. ഇപ്പൊ ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ എന്റെ മനസ്സിൽ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, മാളുവിന്റെ കാര്യങ്ങൾ നോക്കാനാണെങ്കിൽ ശ്രേയ അല്ലല്ലോ, ഗംഗയല്ലേ നല്ലത്? നീ ഗംഗയല്ലേ വിവാഹം കഴിക്കേണ്ടത്? ഗംഗയോ? എടാ, നീ എന്ത് പൊട്ടത്തരായി പറയുന്നത്? ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? എടാ, ഗംഗ ഒരു കുട്ടിയാ, നമ്മുടെ രേഷ്മയേക്കാൾ ഇളയത്. ആ കുട്ടിയാണോ എനിക്ക് ഭാര്യയാവേണ്ടത്? അവളും ഞാനും തമ്മിൽ എങ്ങനെ ചേരും? നീ ഉദ്ദേശിക്കുന്നത് പോലെ അത്ര ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ അവള്. പിന്നെ വിവാഹ ജീവിതത്തിൽ പ്രായത്തിനേക്കാൾ മനപ്പൊരുത്തത്തിനല്ലേ കൂടുതൽ പ്രാധാന്യം. ഗംഗ ഒരു നല്ല കുട്ടിയാ, ആ കാര്യത്തിൽ എനിക്കും സംശയമൊന്നുമില്ല. അവൾ എന്റെ മാളുവിനെ പൊന്നുപോലെ നോക്കുകയും ചെയ്യും. പിന്നെ നീ എന്തിനാ മടിച്ചത്? എനിക്ക് തോന്നുന്നത് അതായിരുന്നു നല്ലതെന്നാ. എടാ, ഗംഗയെ പോലെ ഒരു പെൺകുട്ടിക്ക് വേണ്ടത് എന്നെ പോലെ ഒരു രണ്ടാം കെട്ടുകാരനല്ല. അവളൊരു നല്ല കുട്ടിയാ, യാതൊരു കളങ്കവുമില്ലാത്ത, എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന നല്ലൊരു പെൺകുട്ടി. അവൾക്ക് എന്നെക്കാളും മിടുക്കനായ ഒരു പയ്യനെ കിട്ടും. എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആ കുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ ഞാനില്ല. നീ കാണിച്ചത് മണ്ടത്തരാണെന്നേ ഞാൻ പറയൂ. ജീവിതം അങ്ങനെയൊക്കെയാടാ. ചില സമയം അറിഞ്ഞു വെച്ചുകൊണ്ട് പല മണ്ടത്തരങ്ങളും ചെയ്യേണ്ടി വരും. ഒരിക്കൽ ഗൗരിയുമായിട്ടുള്ള എന്റെ വിവാഹം നടന്ന ദിവസം ഞാൻ കരുതിയത് ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഞാനാണെന്ന. ആ ജീവിതത്തിൽ എന്റെ ഭാഗ്യത്തെക്കുറിച്ച് ഓർത്ത് ഒരുപാട് ഞാൻ അഹങ്കരിക്കുകയും ചെയ്തു. എന്നിട്ട് എന്തായി? എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആയില്ലേ? സോറിടാ, ഓരോന്ന് പറഞ്ഞ് ഞാൻ വെറുതെ നിന്റെ മൂഡ് കളഞ്ഞു. എടാ, എല്ലാം നീ മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക്. എന്നിട്ട് കല്യാണ ചക്കരായിട്ട് ഹാപ്പി ആയിട്ടിരിക്കെ.
മഹേട്ടനെ എനിക്ക് ഇത്രക്ക് ഇഷ്ടായിരുന്നു എന്ന് ഞാൻ പോലും അറിയുന്നത് ഇപ്പോഴാ. മഹേട്ടൻ മറ്റൊരാളുടേതാവാൻ പോകുന്നു ഓർക്കാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല. നിനക്ക് എന്താ ഗംഗയെ പറ്റിയത്? അരുതാത്ത മോഹങ്ങളൊക്കെ എങ്ങനെ നിന്റെ മനസ്സിൽ കയറിയത്? അറിയില്ല മുത്തശ്ശി. ശ്രീ മഹേശ്വരനായി എന്റെ മനസ്സിൽ തോന്നിച്ചതായിട്ടാ എനിക്ക് തോന്നിയത്. ഞാൻ കണ്ട എല്ലാ നിമിത്തങ്ങളും എന്റെ മനസ്സിൽ പ്രതീക്ഷ തരുകയായിരുന്നു. ഈ ദോശ മഹേട്ടൻ കഴിച്ച അതിന്റെ അർത്ഥം മഹേട്ടൻ എന്നെ ഇഷ്ടാണെന്ന. നീ എന്തൊക്കെ പൊട്ടത്തരങ്ങളാ മോളെ ചിന്തിച്ചു കൂട്ടിയത്? ഇന്ന് മഹിയുടെ വിവാഹമാണ്. അറിയാം മുത്തശ്ശി, എല്ലാം എനിക്കറിയാം. പക്ഷെ മഹേട്ടനോ മാളുവോ എന്റെ ജീവിതത്തിന്റെ ഭാഗമല്ലെന്ന് ചിന്തിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. ഇപ്പോ മഹേട്ടന്റെ മുഖത്ത് നോക്കാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല. മോളെ നീ മുത്തശ്ശിക്കറിയാം, എന്റെ മോൾക്ക് അത് തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് മോളുടെ മനസ്സിൽ തോന്നിയ ആ ഇഷ്ടം അരുതാത്തതാണെന്ന് മനസ്സിലാക്കി നീ മഹിയെ മറക്കണം. കരയരുത്. മോൾക്കറിയാലോ, നിനക്ക് വേണ്ടിയാ മുത്തശ്ശി ജീവിക്കുന്നത്. നീ തളർന്നാൽ മുത്തശ്ശിക്ക് പിടിച്ചു നിൽക്കാനാവില്ല. എന്റെ മനസ്സെനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല മുത്തശ്ശി. നെഞ്ചു പൊട്ടിപ്പോകുന്ന പോലെ തോന്നുക. ഈ വിഷമം താങ്ങാനുള്ള ശക്തി നിന്റെ ശ്രീ മഹേശ്വരൻ എന്റെ മോൾക്ക് തരും. മഹിയുടെയും മാളുവിന്റെയും നന്മയല്ലേ എന്റെ കുട്ടി ആഗ്രഹിക്കുന്നത്? അപ്പോ അവരുടെ സന്തോഷങ്ങൾക്ക് നീ ഒരു തടസ്സമാകരുത്. ഇല്ല മുത്തശ്ശി, ഞാൻ കാരണം എന്റെ മഹേട്ടന് ഒരു ദോഷവും നഷ്ടവും വരില്ല. എങ്കിൽ എന്റെ പൊന്നുമോള് കണ്ണു തുടയ്ക്ക്. ഗംഗേ, ദേ മോളെ വിളിക്കുന്നു. കണ്ണു തുടച്ചിട്ട് അങ്ങോട്ട് ചെല്ലേ. എല്ലാം ഒരു ദുസ്വപ്നം മാത്രമായിരുന്നു എന്ന് കരുതി മറക്കണം. എങ്കിൽ ചെല്ലേ. നീ ഇതെവിടെയായിരുന്നു? എത്ര നേരമായിട്ട് ഞാൻ വിളിക്കുന്നു. എന്താ ശ്രേച്ചി? നിന്റെ ഭംഗി കാണാനല്ല, ഇവിടെ വന്നെന്നെ സഹായിക്കാൻ. ഈ സാരിയുടെ പ്ലീറ്റ്സ് ഒക്കെ ഒന്ന് ശരിയാക്കിത്ത. അവക്ക് ആണുങ്ങളുടെ പിറകെ നടക്കാനല്ലേ നേരമുള്ളൂ. ഞാൻ ചെയ്തോളാം. കുട്ടിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം. അവൾക്ക് എന്ത് ബുദ്ധിമുട്ട്? ഇതൊക്കെ ചെയ്യാൻ വേണ്ടിട്ടാ അവളെ ഈ വീട്ടിൽ നിർത്തിയിരിക്കുന്നത്.
ശ്രേയെ കാണാൻ നല്ല ഭംഗിയാ. അതല്ലെങ്കിൽ എന്റെ മോള് സുന്ദരിയാ. എന്റെ സൗന്ദര്യം അവക്ക് കിട്ടിയിരിക്കില്ല. ചിലരൊക്കെ അതിന്റെ കുശുമ്പിലെ എന്റെ മുഖം നശിപ്പിക്കാൻ പലതും ചെയ്യാൻ ശ്രമിച്ചതാ. പക്ഷേ ഒന്നും ഫലം കണ്ടില്ല. അതേക്കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണ്ട. ഇന്നത്തെ ഈ ചടങ്ങ് കഴിഞ്ഞാ അതിനുള്ളത് പലിശ ചേർത്ത് ഞാൻ കൊടുത്തിരിക്കും. ഇതുവരെ കഴിഞ്ഞില്ലേ? പുറപ്പെടാനുള്ള സമയമായി. കഴിഞ്ഞു മേഡം. എന്നാ വേഗം ഇറങ്ങ. ഗംഗ പോയി മഹി റെഡിയായോ നോക്ക്. അവനോട് വേഗം ഇറങ്ങാൻ പറ. ശരി. അവൾ ആകെ സന്തോഷത്തോടെ ചെയ്യുന്ന ജോലി അത് മാത്രം. അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാൻ നാത്തൂനെ. വേഗം ശ്രേയം കൂട്ടി വാ. വാ ഇറങ്ങാം മോളെ. ഇറങ്ങാം. ഓക്കെ. മഹേട്ടനെ താഴേക്ക് വിളിക്കുന്നുണ്ട്. ഇതാ വരുന്നു. ഞാൻ ഇട്ടുതരാം മഹേട്ടാ. എന്താ ഗംഗ, എന്താ നിനക്ക് പറ്റിയത്? എന്താ മഹേട്ടാ, ഒന്നും പറ്റില്ലല്ലോ. മഹേട്ടന് വെറുതെ തോന്നുന്നതാ. ചെരുപ്പിപ്പ ശരിയായില്ലേ? ഒന്ന് നടന്നു നോക്കിക്കേ. അതൊക്കെ ശരിയായിട്ടുണ്ട്. നീ ഈ ഡ്രസ്സിലാണോ കല്യാണത്തിന് വരുന്നത്? അതെ. എന്താ മഹേട്ടാ? വിവാഹത്തിന് ഉടുക്കാൻ ഞാൻ വാങ്ങി തന്ന സാരി എവിടെ? നിനക്കത് ഇഷ്ടമായില്ലേ? ഇഷ്ടായില്ലേന്നോ? ഒരുപാട് ഇഷ്ടായി. പിന്നെന്താ അത് ഉടുക്കാത്തത്? എന്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ നിധിയാ അത്. മഹേട്ടൻ ആദ്യമായിട്ട് എനിക്ക് വാങ്ങിത്തന്ന സമ്മാനം. അത് ഞാൻ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസം ഉടുക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്ക. നീ എന്തൊക്കെയാ ഗംഗ പറയുന്നത്? 2 ദിവസമായിട്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു. നീ എന്തൊക്കെയോ മറച്ചു വെക്കുന്ന പോലെ. അതങ്ങനെയാ മഹേട്ടാ, എല്ലാവർക്കും ഉണ്ടാവും അങ്ങനത്തെ ചെറിയ ചില സുഖമുള്ള വേദനകള്. അതെന്റെ ഉള്ളിൽ തന്നെ ഇരുന്നോട്ടെ. അതേക്കുറിച്ച് ഓർത്ത് സമയം കളയാതെ മഹേട്ടൻ വേഗം താഴോട്ട് വാ. സമയമായി. ഇനിയുള്ള സ്വപ്നങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം.